കേസ് കൂടുതൽ സങ്കീർണമായി. ഓരോ ക്ലൂവും മറ്റൊരു ചോദ്യമായി മാറി. അർജുൻ ഇപ്പോൾ പിന്നോട്ടില്ല. CCTV ദൃശ്യങ്ങൾ. ഒരു നിമിഷം. 11:47 എല്ലാം നിർത്തി. ഇത് യാദൃശ്ചികമല്ല. സിസ്റ്റം ഹാക്ക് ചെയ്തിരിക്കുന്നു. ഇത് സാധാരണ കൊലയാളിയല്ല. പദ്ധതിയോടെ പ്രവർത്തിക്കുന്ന ഒരാൾ. രഘവ് മേനോൻ. അവൻ വെറും ബിസിനസ്സുകാരനല്ല. അവൻ്റെ പിന്നിൽ ഇരുണ്ട രഹസ്യങ്ങളുണ്ടായിരുന്നു. ബിസിനസ് പങ്കാളി. അവൻ്റെ കണ്ണുകൾ കള്ളം പറയുന്നു, പക്ഷേ തെളിവുകളില്ല. ഭാര്യ. അവൾ എന്തോ മറയ്ക്കുന്നു. സ്നേഹമോ ഭയമോ? ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവ്. അവൻ സമ്മർദ്ദം ചെലുത്തുന്നു. കേസ് അടച്ചിടൂ. ഒരു ഗ്രടച്ചിടൂ. ഒരു ഗ്രാമം പൂർണ്ണമായും ഇല്ലാതാക്കി. അവിടെ നിന്നാണ് രഹസ്യം തുടങ്ങുന്നത്. അവനെല്ലാം നശിപ്പിച്ചു. ഒരു വയോധികന്റെ വാക്കുകൾ. സത്യം തുറന്നു. അർജുൻ കണ്ടെത്തി. അവൻ ഭൂമി കവർന്നവൻ. അനവധി ജീവിതങ്ങൾ തകർത്തവൻ. വീണ്ടും ഒരു കൊലപാതകം. അതേ അടയാളം. ഇതൊരു പ്രതികാര കഥയാണ്. മാധ്യമങ്ങൾ പൊട്ടിത്തെറിച്ചു. ജനങ്ങൾ ഭയപ്പെട്ടു. സർക്കാർ സമ്മർദ്ദം കൂടി. അർജുൻ മനസ്സിലാക്കി, ഇത് സാധാരണ കേസല്ല, ഇത് യുദ്ധമാണ്. അവൻ അടുത്താണ്, ഒരു നിഴൽ പോലെ. അവൻ കാണുന്നു, കാത്തിരിക്കുന്നു. ഒരു വലിയ സത്യം അർജുൻ കണ്ടെത്തി. ഇവനൊരാളല്ല, ഇതിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട്.